പ്രിയപ്പെട്ട രാജിക്ക്, ഒരുപാട് കാലമായി മോളെ നമ്മൾ തമ്മിൽ കത്ത് മുഖേനയോ നേരിട്ടോ കണ്ടിട്ട്. ആശുപത്രിയിൽ വെച്ചാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. കരൾ അരിപ്പയ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അമ്മയില്ലാത്ത നിനക്ക് ഒരച്ഛൻ നൽകേണ്ട വാത്സല്യം ഞാൻ നൽകിയിട്ടില്ല. എന്റെ ഈ അവസാന നേരത്തെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കുണ്ട്. അവിടെ കൊച്ചിയിൽ ഹിൽ പാലസിനടുത്ത് മുളന്തോട്ടിൽ ശങ്കരമേനോൻ എന്ന പേരിൽ ഒരു വലിയ പണക്കാരനുണ്ട്. അച്ഛൻ അയാളുടെ ഒരു പഴയ ആശ്രിതനാണ്. നീ അദ്ദേഹത്തെ നേരിൽ കാണണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹോദരി സരോജിനിയമ്മയെ കണ്ടാലും മതി. പാവുണ്ണിയുടെ മകളാണെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിക്കൊള്ളും. നിനക്ക് അവർ എല്ലാ മാസവും 1500 രൂപ വെച്ച് തരും. എന്തെങ്കിലും എതിര് പറഞ്ഞാൽ എല്ലാ രഹസ്യവും നിനക്കറിയാമെന്ന് പറയുക. പിന്നെ അവർ തർക്കിക്കില്ല. എന്റെ കൈകൾ വിറയ്ക്കുന്നു. വല്ലാത്ത ക്ഷീണം. മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. നടക്കുമോ എന്തോ. സസ്നേഹം, അച്ഛൻ. ഈ പാവുണ്ണി ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ആവോ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രാജിയുടെ മരണത്തെക്കുറിച്ച് പത്രത്തിലൊക്കെ വന്നതല്ലേ, അയാൾ അന്വേഷിച്ചു വരായിരിക്കോ? ഈ കത്ത് സുരേഷിന്റെ ഡ്രോയറിൽ എങ്ങനെ വന്നു? സുരേഷ് രാജിയുടെ ഒരു ക്ലയന്റ് ആയിരുന്നു. അയാൾ ശങ്കരമേനോന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോ രാജി ഈ കത്ത് അയാളെ കാണിച്ചു കാണും. വക്കീലേ, സംഗതിയൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. പൈസയ്ക്ക് ആർത്തി പിടിച്ച് നടക്കുന്ന സുരേഷിന്റെ ബുദ്ധിയാവാം രാജിയുടെ ഫോൺ കോളും ഭീഷണി. രോഗിയായ മേനോനേക്കാൾ മകളെ മുതലെടുക്കുന്നതാവും എളുപ്പമെന്ന് സുരേഷ് കരുതി കാണും. ഒരു പക്ഷേ പണവുമായി ലത ചെന്നിരുന്നെങ്കിൽ എന്ത് രഹസ്യമിരിക്കുന്നു രാജിയുടെ പക്കൽ ലതയോട് പറയാൻ? മേനോനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും നിനക്കറിയാമെന്ന് പറയണം എന്ന് മാത്രമല്ലേ ഈ കത്തിൽ എഴുതിയിട്ടുള്ളൂ. അവള് പറഞ്ഞ സ്ഥലത്ത് പണവുമായിട്ട് ചെന്നാ പിന്നെ അത് വാങ്ങിക്കാനാണോ ബുദ്ധിമുട്ട്? എനിവേ, അത് വർക്കൗട്ടായില്ല. അതുകൊണ്ട് കഥയിൽ ആ ഭാഗം അവസാനിച്ചു കഴിഞ്ഞു. ഈ കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, രാജിയും സുരേഷും. അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ കിൽഡ് ദം? രാജിയും സുരേഷും ജീവിച്ചിരുന്നാൽ ആർക്കാണോ ആപത്ത് അവരായിരിക്കണം ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആരെയൊക്കെ സംശയിക്കാം? നമ്പർ 1, ലതയുടെ അച്ഛൻ മിസ്റ്റർ ശങ്കരമേനോൻ. കാരണം അയാളെക്കുറിച്ച് എന്തോ രഹസ്യങ്ങൾ ഇവർ സൂക്ഷിച്ചിരുന്നു എന്നാണല്ലോ. പിന്നെ മാലിനിയും ലതയും മേനോന്റെ ദോഷം അവരെയും ബാധിക്കുമല്ലോ. 1 മോർ, അമ്മായി സരോജിനി അമ്മ. സരോജിനി അമ്മയോ? താനെന്തായി പറയുന്നത്? സഹോദരി സരോജിനി അമ്മയെ കണ്ടാലും മതി ലെറ്ററിലെ വാചകം ഓർമ്മയില്ലേ? ഓ, അത് ശരിയാ. ഒരുപക്ഷെ മരിച്ച രാജി അവരുടെ മകളായിരുന്നെങ്കിലോ? നമ്മൾ ആദ്യം സംശയിച്ചിരുന്നത് പോലെ മേനോന്റെ ഇല്ലീഗൽ ഡോട്ടറിന് പകരം അവരുടേതായിക്കൂടെ? ചെറുപ്പത്തിൽ പല പെൺകുട്ടികൾക്കും പറ്റുന്ന അബദ്ധം അവർക്കും പറ്റി. തന്തയില്ലാത്ത പെങ്ങളുടെ കുഞ്ഞിനെ വളർത്താൻ മേനോൻ പാവുണ്ണിയെ ഏൽപ്പിക്കുന്നു. ചെലവിലേക്കായി മാസാമാസം ഒരു തുകയും. രാജിയുടെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. നല്ല കൃഷിയും കൊയ്ത്തും ഒക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു മകൾ ഇങ്ങനെ ഒരു ഭീഷണിയുമായി വന്നാൽ ഏത് അഭിമാനം സഹിക്കും? വക്കീലാണെ സഹിക്കുവോ? തട്ടുകയല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. രാജിയുടെ ഭീഷണി ഏതെങ്കിലും രീതിയിൽ അറിയാനിടയായ മേനോൻ സഹോദരിയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ചേരിക്കാം. അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കാം. ഒരു സ്ത്രീ അത് ചെയ്യുവോ? അത് 2 പേരെ? പിന്നെ ബെഡിൽ കിടക്കുന്ന മേനോൻ ചെയ്യുവോ? അപ്പൊ 2 പേരിൽ ആരായിരുന്നാലും ശരി മറ്റൊരാളുടെ സഹായം തേടിയിരിക്കും. എനിക്കൊരു അബദ്ധം പറ്റി വയ്ക്കില്ലേ. ആ രാജുവിനെ കൈ കിട്ടിയതാ, പക്ഷെ വിട്ടുള്ളത്. രാജു? ഏത് രാജു? ശങ്കരമേനോന്റെ വീട്ടിലെ ഡ്രൈവറായിരുന്ന രാജു. മേനോനായാലും സഹോദരി ആയാലും മറ്റൊരാളായി രാജുവിനെ ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. യെസ്, കറക്റ്റ്, ശരിയാ. അവനുമായിട്ട് ഏറ്റുമുട്ടിയതിന് ശേഷമാണ് സുരേഷിനെ കാണാൻ ഞാൻ അവന്റെ വീട്ടിൽ പോയത്. അപ്പൊ അന്ന് രാത്രി ആ കാറ് അവൻ തന്നെ ആയിരിക്കണം. അപ്പോ നിന്നെ അന്ന് ആക്രമിച്ചാരെ? അവന്റെ ശിങ്കിടിയാവാം, കൂട്ടുകാരനാവാം. കറുത്ത് കടിച്ച ഒരാളായതുകൊണ്ടാണ് ഞാൻ രാജുവാണെന്ന് സംശയിച്ചത്. എന്തൊരാന മണ്ടത്തരവാ എനിക്ക് പറ്റിയത്. അതിന് താൻ ബേജാറാവൊന്നും വേണ്ട. ഉള്ള വിവരങ്ങൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് തടി ഒഴിവാക്കാൻ നോക്ക്. അത് വേണ്ട. ഏതായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ച് കയറിയിട്ടേ വരെ കാര്യമുള്ളൂ. താൻ എങ്ങോട്ടാ? ഞാൻ ആ തള്ളയൊന്ന് പോയി കാണട്ടെ. പിഴച്ചുപെറ്റ സന്തതിയെ തള്ള കൊന്നു. നിങ്ങളുടെ നിഗമനം കൊള്ളാം. ഞാൻ ഇന്നും അവിവാഹിതയെ കഴിയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സന്യാസിനിയാകാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അറിഞ്ഞൊരു പുരുഷനെ വഞ്ചിക്കാൻ എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും അവിവാഹിതയായി കഴിയുന്നത്. സോറി, എന്റെ ഒരു സംശയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ കത്തിൽ പാവണ്ണി സൂചിപ്പിച്ചിട്ടുള്ള രഹസ്യം എന്താണ്? എനിക്കറിയില്ല.
ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ കത്ത് പോലീസിനെ ഏൽപ്പിക്കും. എന്നെ പോലെ ആയിരിക്കില്ല അവർ ചോദിക്കുന്നത്. എല്ലാത്തിനും തൂത്തുവാരി കൊണ്ടുപോകും. എന്നെ കൊണ്ട് ജയിക്കണോ? മേനോന്റെ മകളാണോ രാജി? എന്താണെങ്കിലും പറഞ്ഞോ. പാവുണ്ണിക്ക് എല്ലാ മാസവും ചേട്ടൻ പൈസ കൊടുക്കാറുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്തിനാ കൊടുക്കുന്നതെന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ചോദിച്ചുമില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ചേട്ടൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു കൺഫെഷൻ പോലെ. എന്റെ ചേട്ടന്റെ ഭാര്യയുടെ മരണം സ്വാഭാവിക മരണമാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ എന്റെ ചേട്ടൻ തന്നെയാണ് അവരെ കൊന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പത് സംഭവിച്ചു. അന്ന് ലതയ്ക്കും മാലിനിക്കും 8-9 വയസ്സായിരുന്നു. ഊട്ടിയിൽ ബോർഡിംഗ് പഠിക്കുന്ന കാലം. ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ലെക്ചറായിരുന്നു. ചേട്ടന്റെ അടുത്ത സുഹൃത്തും ചേട്ടത്തിയും തമ്മിൽ നടന്ന അവിഹിത ബന്ധം എന്റെ ചേട്ടൻ കാണാനിടയായി. സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു. നിയന്ത്രണം വിട്ട ചേട്ടന്റെ പെരുമാറ്റം ചേട്ടത്തിയുടെ മരണത്തിൽ കലാശിച്ചു. അന്ന് ചേട്ടൻ എല്ലാ തലത്തിലും നല്ല സ്വാധീനമായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം പോലും വേണ്ടി വന്നില്ല. ചേട്ടത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തെന്ന് എല്ലാവരും വിശ്വസിച്ചു. ചേട്ടൻ എന്നോട് ഈ സത്യം പറയുന്നതുവരെ ഞാനും അത് വിശ്വസിച്ചു. പക്ഷേ അന്ന് ചേട്ടന്റെ ജോലിക്കാരനായിരുന്ന പാവുണ്ണിക്ക് മാത്രം സത്യം അറിയായിരുന്നുള്ളൂ. അവന്റെ നാവടക്കാൻ വേണ്ടി അവൻ എല്ലാ മാസവും ചേട്ടനൊരു തുക നൽകി വന്നു. 500-ൽ തുടങ്ങി അത് 1500 രൂപ വരെ എത്തി. കുറച്ചു വർഷത്തിന് ശേഷം പാവുണ്ണി പിരിഞ്ഞുപോയി. പക്ഷെ എല്ലാ മാസവും ചേട്ടൻ അവന് പൈസ അയച്ചു കൊടുത്തിരുന്നു. തനിക്ക് തന്നുകൊണ്ടിരുന്ന പൈസ മേലിൽ തന്റെ മകൾ രാജിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പാവുണ്ണി കത്തയച്ചു അല്ലേ? എനിക്കറിയില്ല. ചേട്ടൻ അതേക്കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞില്ല. തന്നെ കുറിച്ചുള്ള രഹസ്യം ആരോടും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ പാവുണ്ണിക്ക് പതിവായി പുള്ളി പൈസ അയച്ചുകൊണ്ടിരുന്നത്? 12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെളിവുമില്ലാതെ തേച്ചു മായ്ക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് പാവുണ്ണി പറഞ്ഞ ആര് വിശ്വസിക്കും? ഇനി പറഞ്ഞാൽ തന്നെ നിയമപരമായിട്ട് എന്ത് നടപടിയെടുക്കാൻ പറ്റും? നിയമത്തെ അല്ലായിരുന്നു ചേട്ടന് പേടി, മക്കളെയായിരുന്നു. അമ്മയെ കൊന്നത് അച്ഛനാണെന്ന് ലതയും മാലിനി അറിഞ്ഞാൽ അതായിരുന്നു ചേട്ടന്റെ പേടി. രാജിയും സുരേഷും ഈ രഹസ്യം പുറത്താക്കുമോ എന്ന് ഭയന്ന് ചേട്ടൻ തന്നെ അവരെ... തനിയെ ഒരു ചൂട് പോലും നടക്കാൻ സാധിക്കാത്ത ചേട്ടനോ? പൈസ കൊടുത്ത ഒരു വാടക കുലാളിയെ കിട്ടാനാണോ ഈ നാട്ടിൽ പഞ്ഞം? താൻ മരിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പായതിനു ശേഷമാണ് ചേട്ടൻ ഒരു കൺഫെഷൻ പോലെ എന്നോട് ഇതൊക്കെ പറഞ്ഞത്. ചേട്ടനാണ് അവരുടെ മരണത്തിന് ഉത്തരവാദിയെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതും എന്നോട് പറയുമായിരുന്നില്ലേ? പറയുമായിരുന്നു. ചേട്ടൻ നേരിട്ടാണത് ചെയ്തതെങ്കിൽ. രണ്ടാമതൊരാളുടെ സഹായത്തോടെയാണ് ചെയ്തതെങ്കിൽ എങ്ങനെ പറയും? അയാൾ കൊടുങ്ങില്ലേ? എനിക്കറിഞ്ഞൂടാ. ഞാനിനി എന്ത് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരൊറ്റ മറുപടി പറയൂ. ഇതേക്കുറിച്ചൊന്നും ലത അമ്മായിയോട് ചോദിക്കാൻ നിൽക്കണ്ട. ആരോടും പറയാൻ വേണ്ട. ശരി. ലതയുടെ അച്ഛനെ സംശയിക്കുന്ന സാഹചര്യങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരാളുടെ സഹായം അച്ഛൻ തേടിയിരിക്കും. അയാൾ ആരാണെന്ന് അറിയുന്നവരെ ലത സൂക്ഷിക്കണം. ഞാനിത് പറയാൻ കാരണം ആരോടും പറയരുതെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ കാര്യം ലത തന്നെ പലരോടും പറഞ്ഞു. അതുകൊണ്ടാ. എന്തിനാ മാലിനിയോട് പറഞ്ഞത്? മാലിനി പറഞ്ഞ ഡോക്ടർ മോഹൻ പറഞ്ഞു. ഏതെങ്കിലും രീതിയിൽ ഇത് പോലീസിന്റെ ചെവിയിലെത്തിയ പിന്നെ എന്നെ പഠിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറയേണ്ടി വന്നു. പറയേണ്ടി വന്നോ? അതെ. അതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. 4-5 ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരാളുടെ. രാജിയെ കൊന്നത് ഞാനാണെന്ന് അയാൾക്ക് അറിയാമെന്നും പറഞ്ഞു. എന്നിട്ട് അച്ഛൻ മരിച്ച ദുഃഖം കഴിയട്ടെ, വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. മാലിനി അവളുടെ മുറിയിലെ പാരലൽ ഫോണിലൂടെ അത് കേട്ടു. അവൾ നിർബന്ധിച്ചപ്പോ എനിക്കെല്ലാം പറയേണ്ടി വന്നു. എന്തുകൊണ്ട് ഫോൺ വന്നവരെ എന്നോട് പറഞ്ഞില്ല? ഞാനാണ് ആ ബ്ലാക്ക് മെയിലർ ഒന്നും ഇല്ലാതെ കരുതിയോ? പറയൂ. എനിക്ക് എല്ലാവരെയും ഭയമാണ്. ആര് വിശ്വസിക്കണം, ആര് വിശ്വസിക്കരുതെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. എന്തിനാ കരയുന്നത്? ഞാൻ ലതയെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. നമുക്ക് പോവാം. മാലിനിയും ഡോക്ടർ മോഹനും തമ്മിൽ എങ്ങനെ ഇഷ്ടമാണോന്നാ ഞാൻ ചോദിച്ചത്. മോഹന് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഐ ഡോണ്ട് മീൻ ദാറ്റ് ഇഷ്ടം. ഐ ലവ് സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്.
മോഹനാണെങ്കിൽ എലിജിബിൾ ബാച്ചിലർ, കാണാൻ നല്ല സുമുഖൻ, നല്ല ജോലി. അതുകൊണ്ട് ചോദിച്ചാ. മോഹന് മാലിന്യെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അവളെന്തോ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ? മാലിനിക്ക് വേറെ വല്ല ലവ് അഫെയറും? വേണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വേറെ അഫെയർ ഉണ്ടെന്ന അർത്ഥം? സാറി ചികഞ്ഞു ചികഞ്ഞു ചോദിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഈയിടെ മാലിന്യ ദിവസവും ഹരിനാമകീർത്തനം ജപിക്കുന്നുണ്ട്. അവളുടെ മനസ്സറിയണമെങ്കിൽ നേരിട്ട് ചോദിച്ചൂടെ? എന്തൊക്കെയാ പറയുന്നത്? ഐ ഡോണ്ട് മീൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് എ മിനിറ്റ്, ഞാനൊന്ന് കടയിൽ കയറിയിട്ട് വരാം. ഓക്കെ. ഗുഡ് ഈവനിങ് ചേട്ടാ. നീയോ? എന്താ ഈ രാത്രിയിൽ? എന്താ വിശേഷം? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ റിവോൾവറിൽ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടോ നോക്കണം. ആരുടെ റിവോൾവറാണിത്? ഇത് എവിടുന്ന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടൻ ആദ്യം ഒന്ന് എക്സാമിൻ ചെയ്യും. ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഒരു ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ. പേടി ഉണ്ടായിട്ടൊന്നുമല്ല, പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ വരുന്നു, ഒരു റിവോൾവർ കാണിക്കുന്നു, എക്സാമിൻ ചെയ്യാൻ പറയുന്നു. വാട്ട് ഹാപ്പൻ ടു യു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ചേട്ടൻ വന്നേ. ഇതിൽ പ്രിന്റ് ഉണ്ടല്ലോ. വിരലടയാളത്തിൽ രക്തക്കറയുമുണ്ട്. ഹരി, ഏതായാലും ഒരു പെണ്ണിന്റെ വിരലടയാളമാണ് ഇതിലുള്ളത്. പെണ്ണിന്റെയോ? യെസ്. ഈ തോക്ക് നിനക്ക് എവിടുന്ന് കിട്ടി? ഏത് പെണ്ണാ അത് ഉപയോഗിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താന്നും മിണ്ടാത്തത്? ഞാൻ നാളെ വരാം, അപ്പൊ സംസാരിക്കും. അതുവരെ ഈ തോക്ക് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ തോക്കോ? അല്ല പുലിവാലും ആവും. ചേട്ടൻ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ എങ്ങനെ? കുറച്ച് ദിവസത്തിനകം രാജിയുടെയും സുരേഷിന്റെയും കൊലയാളിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇൻസ്പെക്ടർ രാജു പീറ്റർ എന്നോട് പറഞ്ഞത്. രണ്ടും ഒരാൾ തന്നെയാണോ ചെയ്തിരിക്കുന്നത്? അത് വ്യക്തമായിട്ട് പറഞ്ഞില്ല. പോലീസിന് ആരെയാ സംശയം? കൊള്ളാം, അത് അവര് പറയൂ. 2-3 ദിവസത്തിനകം അറസ്റ്റ് നടക്കുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രാജിക്കും സുരേഷിനും ഒരുപാട് ശത്രുക്കളുണ്ട്. അവരാരെങ്കിലും ആവാം. വേണ്ട. ഫ്രഷ് ലൈം. എനിക്ക് വേണ്ട. ഇത്തിരി മുമ്പ് കാപ്പി കുടിച്ചതേ ഉള്ളൂ. ലത പ്ലീസ്, ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ലത ഇതിനു മുമ്പ് ഒന്നും കഴിച്ചിട്ടില്ല. വേണ്ടാഞ്ഞിട്ടാ. ഇറ്റ്സ് എ പ്ലഷർ. പ്ലീസ് പ്ലീസ് കൊടുക്കൂ. സാറിന് അയ്യോ എനിക്ക് വേണ്ട. എന്നെ 3 ദിവസം മുമ്പ് പട്ടി അടിച്ചതാ. അതെ അതെ അതെ.
ഭാഗ്യം ഉണ്ടെങ്കിൽ 2-3 ദിവസത്തിനകം എല്ലാം ക്ലിയർ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ലതയ്ക്ക് സമാധാനമായിട്ടിരിക്കാം. 2-3 ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല, വിത്തിൻ അവേഴ്സ് കണ്ടുപിടിച്ചിരിക്കും. അതെങ്ങനെ? അയ്യോ. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ഗ്ലാസ് അല്ലേ? എന്നാ ഞാൻ വരട്ടെ. ഓ, അത് ഏത് ബുക്കാണ്? സിഡ്നി ഷെൽഡന്റെ. സിഡ്നി ഷെൽഡൻ എന്റെ പ്രിയപ്പെട്ട ഓതറാണ്. ഞാനൊന്ന് വായിച്ചിരുന്നാ പോരെ? ആണോ? മതിയല്ലോ. ആ. ഞാൻ വരട്ടെ. ഓ. അല്ല, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്ന അവിടെ. ഇപ്പൊ ഈ ബുക്കിന്മേൽ അവളുടെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. ആ, തലയിടത്ത് വല്ലതും വേണോടാ നാഞ്ഞൂലേ? ഇതാണ് ഞാൻ ഒരു സോറി 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 സോറി. ഹരിയോ, എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് പോവുക. നമുക്ക് ജീപ്പിൽ ഇരുന്ന് സംസാരിക്കാം. ആ.